വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CA2 കൊല്ലം കളക്ടറേറ്റ് ഉപരോധിച്ചതിനെ തുടർന്ന് കളക്ടറേറ്റ് പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാവിലെ ആരംഭിച്ച സമരം വൈകിട്ട് 4-നാണ് അവസാനിച്ചത്. കളക്ടറേറ്റിന് ചുറ്റുമുള്ള പ്രധാന കവാടങ്ങൾ രാവിലെ തന്നെ സമരക്കാർ ഉപരോധിച്ചിരുന്നു. ജീവനക്കാർക്ക് ഓഫീസിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, വിലക്കയറ്റം തടയുക, ക്ഷേമനിധി പെൻഷൻ 1000 രൂപയായി ഉയർത്തുക, PF പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CA2 സംസ്ഥാന സെക്രട്ടറി KO ഹബീബ് ഉദ്ഘാടനം ചെയ്തു. വിദേശ മുതലാളിമാർക്ക് പശുവിന് വേണ്ടി ആഹാരത്തിന് വേണ്ടി കൊടുത്താലും അത് കൊടുക്കത്തില്ല, ഇവിടെ പാവപ്പെട്ടവർക്ക് എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. ഇപ്പൊ അവരെടുക്കുന്നത് ഇത് ലേലം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലേലം ചെയ്ത് കൊടുത്താൽ മാർക്കറ്റിൽ സുഭിക്ഷമായ അരി വരും. സുഭിക്ഷമായ അരി വന്നാൽ അത് വില കുറയും. അങ്ങനെയാണോ സംഭവിക്കുക? മറ്റൊന്ന് അവർ കാർഷിക മേഖലയിൽ സ്വീകരിക്കുന്ന നയം, ഭക്ഷ്യധാന്യങ്ങള് കൃഷി ചെയ്യുന്ന കൃഷിയോടുള്ള സമീപനം എന്താണ്? ഇവിടെ അലുവാലിയയും മൻമോഹൻ സിംഗും വന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നെൽകൃഷി വേണ്ട, നെല്ല് കൃഷി ചെയ്യുന്നിടത്തുനിന്ന് കിട്ടും. ഈ സമീപനമാണ് ഇന്ത്യയിലെ മുഴുവൻ കൃഷിക്കാരോടും അവർ പറയുന്നത്. ചില്ലറ വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപത്തിലൂടെ സാധനങ്ങളുടെ വില നിയന്ത്രണം വിദേശ കമ്പനികളുടെ കുത്തകയാവുകയാണെന്ന് കേന്ദ്ര സർക്കാർ മുതലാളി വർഗത്തിന് നൽകുന്ന നികുതി ഇളവുകൾ തൊഴിലാളി വർഗത്തിന്റെ നിലനിൽപ്പിന് ദോഷം ചെയ്യുമെന്നും ഹബീബ് പറഞ്ഞു. KN ബാലഗോപാൽ MP, CPM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P രാജേന്ദ്രൻ, J മേഴ്സിക്കുട്ടിയമ്മ, K വരദരാജൻ, MK ഭാസ്കരൻ എന്നിവരും CA2 നേതാക്കളായ K തുളസീധരൻ, E കാസിം, അഡ്വക്കേറ്റ് P ലാലാജി ബാബു, MA രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് തൊഴിലാളികളും കുടുംബങ്ങളുമാണ് സമരത്തിൽ അണിനിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.